സന്നിധാനത്ത് കഴിഞ്ഞ ദിവസം വലിയ തിരക്ക് അനുഭവപ്പെട്ടപ്പോൾ കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്. കുഞ്ഞു മാളികപ്പുറങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ കൂടിയുണ്ടായി. ഇന്നിപ്പോൾ അവരെല്ലാം വളരെ സന്തോഷമാണ്. കാരണം ഇന്നിപ്പോൾ തിരക്ക് വളരെ കുറവാണ്. എവിടെ നിന്നാണ് മോള് വരുന്നത്? ഹരിപ്പാട്. ഇന്നിപ്പോ എങ്ങനെയുണ്ടായിരുന്നു? പമ്പയിൽ നിന്ന് മല കയറിയപ്പോ എങ്ങനെയുണ്ടായിരുന്നു? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇല്ല. തിരക്ക് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ബിസ്ക്കറ്റും വെള്ളമൊക്കെ കിട്ടിയോ ആവശ്യത്തിന്? കിട്ടി. എങ്ങനെയുണ്ട് ശബരിമല? എങ്ങനെയുണ്ട്? കൊള്ളാം. പമ്പയിൽ നിന്നും മല കയറിയ ആ സമയത്തൊക്കെ എങ്ങനെയാ ഈ എന്തെങ്കിലും ജീവികളൊക്കെ കണ്ടോ വനത്തില്? കണ്ട്. എന്തിനാ കണ്ടത്? കൂടുതലും കണ്ടത് പക്ഷികളെയൊക്കെയാണ്. കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു? ഇനിയും വരുമോ ശബരിമലയ്ക്ക്? എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളുമായി വന്നവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് വലിയ തിരക്കിൽ. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ അത് കണ്ടു കാണും. ഇന്നിപ്പോൾ വന്നപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നോ മനസ്സിൽ? ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ തിരക്ക് കാരണം കുഞ്ഞിനെ കൈവിട്ട് പോകുമെന്നുള്ള പേടി. അത് കാരണം പുറയിലോട്ട് മാറി നിൽക്കുമായിരുന്നു. മലപ്പുറത്തിന്റെ പേരെന്താ? റിയോന. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ൽ. ഏത് സ്കൂളിലാ? കനോസ. ഇപ്പം കയറി വരുന്ന വഴിക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മല കയറിയ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? മല കയറി നല്ല ക്ഷീണമാണ്. എത്ര മണിക്കാണ് പമ്പയിൽ നിന്ന് എത്ര മണിക്ക് കയറി മല കയറാൻ തുടങ്ങി? 2:30 ആയപ്പോൾ കയറി. ഇവിടെ എത്ര മണിയായപ്പോൾ എത്തി സന്നിധാനത്ത്? ഇപ്പൊ ഈ സമയത്താണ് ഇവിടെ എത്തിയത്. കയറിയതേ ഉള്ളൂ. ഇന്ന് വലിയ ആശങ്കയില്ല. ഇല്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നടന്നു. അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 3-4 പേരെ കാണാനുണ്ട്. കൂട്ടം പിരിഞ്ഞ് ഇപ്പം ഞങ്ങൾ നിൽക്കുക. തിരക്ക് വരുമ്പോൾ അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. ഈ തിരക്ക് കാരണമാണ് ഞങ്ങൾ 4 പേര് വേറെ കാണാനുണ്ട്. ഇനി അതിന് മേളിൽ ഞങ്ങൾ അവിടെ നിൽക്കാം എന്ന് വിചാരിച്ച അവർ ചിലപ്പോൾ ആദ്യമേ 18 പടി ചവിട്ടി കയറി കാണും. ഞങ്ങളുടെ പുറയിലായിപ്പോയി അവർ. ഞാനും മോളും മുന്നേ ആയിപ്പോയി. എന്തായാലും ഇന്ന് അല്പം ആശ്വാസമുണ്ട്. വലിയ പ്രശ്നങ്ങളില്ല. ഇല്ല, അന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ന് സാധാരണ ശബരിമലയിലുള്ള തിരക്ക് തന്നെയാണെന്നാണ് മുതിർന്ന ഭക്തരും ഒപ്പം തന്നെ മാളികപ്പുറങ്ങളും ഒക്കെ പറയുന്നത്. അവർക്ക് ഏതായാലും ഇന്ന് തൃപ്തിയുണ്ട്. സുഖദർശനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഇതായി കാണുന്ന ഭക്തരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത്, അതായത് 18-ാം പടിയുടെ തൊട്ട് താഴെയാണ് വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ തക്ക രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്. തിരക്ക് ഇല്ല എന്ന് തന്നെ പറയാം. പോലീസ് കൃത്യമായി തന്നെ ഭക്തരെ നിയന്ത്രിക്കുന്നുണ്ട്. ബാരിക്കേഡ് നമുക്ക് കാണാൻ സാധിക്കും. അത് ഓരോ ഗ്രൂപ്പായിട്ടാണ് ഇവരെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഒരു കൂട്ടർ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് കയറിയതിനു ശേഷം മാത്രമായിരിക്കും ഇത്രയും ഭക്തരെ അവർ ഈ ഭാഗത്തേക്ക് പോലീസ് കടത്തിവിടുക. അങ്ങനെ കൃത്യതയോടെയുള്ള നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ സുഖദർശനത്തിന് ഭക്തർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ കൊടുക്കാമോ അത്തരം സൗകര്യങ്ങളുമൊക്കെ ഇപ്പോൾ പോലീസും ദേവസ്വം ബോർഡും കൊടുക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.